ഹലോ മക്കൾസ്, യെസ് അവനി മിസ് ഹിയർ. അപ്പോൾ നമ്മൾ ക്ലാസ് 6 മാത്സിലെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മളെ മണി മാത്ത് അല്ലെങ്കിൽ പണക്കണക്കുകൾ അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ കൊണ്ടുപോകാനുള്ളത്. നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോവുക. ഈ ഒരു ചാപ്റ്ററിന് ഇതിൻ്റെ അപ്പുറം പിന്നെ എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ. അപ്പോൾ നോക്കിക്കോ, നമുക്കറിയാം ഇവിടെ ഒരു ബാങ്ക് അല്ലെ. നോക്കിക്കോ, സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപത്തിന് 9% പലിശ അല്ലെ, 9% ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആഷ് എന്ന് പറഞ്ഞൊരു കുട്ടി എന്ത് ചെയ്തു, അതെ 15,000 രൂപ എന്ത് ചെയ്തു, ആ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അയാൾക്ക് ഒരു വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും എമൗണ്ട് തിരികെ കിട്ടുക, ഇതാണ് നമ്മൾ കാണേണ്ടത്. യെസ്, അപ്പോൾ നമുക്കറിയാം 9% അല്ലേ. നിങ്ങളോട് മിസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, പെർസെൻറ്റേജ് എന്ന് കണ്ടാൽ 9 അല്ലെ. ഇവിടെ പെർസെൻറ്റേജ് 9 ആണ്. 9 എന്ന് കണ്ടാൽ by 100 ഇടണം. by 100 into 15,000. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതായത് എത്ര സീറോസ് ആണുള്ളത് അത്രയും സീറോസ് നിങ്ങൾക്ക് വെട്ടിപ്പോകാം. ഇവിടെ 2 0, ഇവിടെയും 2 0. അപ്പം എത്രയായി മക്കളെ ബാക്കി? അതായത് 9 into 150 എന്നായില്ലേ. 9 into 150 എന്നായില്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അതെ 150യും 9ഉം ഇൻറ്റു ചെയ്ത് നോക്കണം. നോക്കിക്കോ, 150ക്ക് മിസ് ഇപ്പം 15 ഇട്ടു 9 45 ആണ്. 5 ഇട്ടു 4 ബാലൻസ്. 1 into 9 9 ആണ്. 9 plus 4 എത്രയാണ്? യെസ്, 9 plus 1 10 ആണ്. 13. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒരാളും എന്ത് ചെയ്യില്ല, ബാങ്കിൽ 15,000 രൂപ നിക്ഷേപിച്ചിട്ട് തിരികെ 1,350 രൂപയുമായിട്ട് വരുമോ? ഇല്ല. നമ്മൾ കൊടുത്ത എമൗണ്ട് വേണം കൂടെ ഈ എമൗണ്ട്. ഇത് ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 15,000ൻ്റെ കൂടെ 1,350 രൂപ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മനസ്സിലായോ? യെസ്, 15,000ൻ്റെ കൂടെ 1,350 രൂപ. അപ്പോൾ എത്ര കിട്ടി? 16,350 രൂപ എന്ന് കിട്ടും. മനസ്സിലായോ? ബാങ്കാണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ കുറയില്ല, എമൗണ്ട് കൂടെ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സുമ ഇട്ടത് 25,000 ആണ്. സെയിം പെർസെൻറ്റേജ് തന്നെയാണ്. 9 by 100 into 25,000 ഇടാം. എന്ത് നോക്കണം? യെസ്, നമ്മൾ സീറോസ് നോക്കും. 2 0 2 0. അപ്പം ഇനി എത്ര ബാക്കി? യെസ്, 9 into 250 എന്നായി. ഇനി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? യെസ്, 9 into 250 മിസ് 25 into 9 എന്ന് ചെയ്ത് നോക്കുന്നു അല്ലേ. 5 into 9 എത്രയാ? 45. 5 ബാലൻസ് 4 ആണ്. 9 into 2 18 ആണ്. 8 plus 2 20 24 ആണ്. 24 ഇതാ നമുക്ക് എത്ര കിട്ടി? 2,450 എന്ന് കിട്ടി. ഇതും കൊണ്ട് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. സുമ ഇട്ട പൈസയും വേണം, ഈ ഒരു എമൗണ്ട് വേണം. അപ്പോൾ 25,000 പ്ലസ് 2,450 അല്ലേ. അപ്പം 25,000 പ്ലസ് 2,000 എത്രയാണ്? 27 ആണ്. ദെൻ 450. ഇതാണ് ഇതിലെ എമൗണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ മിസ് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, 20% ഡിസ്കൗണ്ട് ഓൺ ഓൾ പർച്ചേസ് എന്നാണ്. അതായത് ഏതൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാലും 25% വില കിഴിവ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ക്രിയ കുറക്കലാണ് അല്ലെങ്കിൽ മൈനസ് ആണ്. നിങ്ങൾ നോക്കിക്കോ, ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് നോക്കിക്കോ 3,500 rupees ഫ്രം ദിസ് ഷോപ്പ്. ഹൗ മച്ച് ഷുഡ് ഷീ പേ? നോക്കിക്കോ, ശ്രീഷ ഈ കടയിൽ നിന്ന് 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി എത്ര രൂപ അവൾ കൊടുക്കണം? അതായത് എത്ര രൂപ കൊടുത്താലും ആ രൂപയുടെ 25% ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എവിടെ ശതമാനം കണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? by 100 ഇടണം. ഇൻറ്റു എത്രയാണ്? യെസ്, 3,500 ആണ്. 3,500 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, സീറോസ് വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എത്രയാ? 25 into 35 എന്നായി. നമ്മൾ സൈഡിൽ
25 ഇൻറ്റു 35 ചെയ്ത് നോക്കുന്നു അല്ലേ. നമുക്ക് വൈറ്റ് എടുക്കാം. 5 25 ആണ്. ദെൻ 2 ബാലൻസ് 5 ഇൻറ്റു 2 10 ആണ്. 10 പ്ലസ് 2 12 ആണ്. ദെൻ 15 ആണ്. 1 ബാലൻസ് 3 ഇൻറ്റു 2 6 ആണ്. 6 പ്ലസ് 1 7 ആണ്. 5 7 8 നോക്കിക്കോ. 875. ഇത് ആൻസർ ആണോ? ആൻസർ അല്ല. അതായത് 3500 നമ്മൾ എത്ര മൈനസ് ചെയ്യണം? യെസ്, ഈ 3500 ഇത് പെർസെൻറ്റേജ് ആണ്. 3500 നമ്മൾ 875 മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ചെയ്ത് നിർത്താൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ആര് വരും? ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും. കാണുന്നുണ്ടല്ലോ, മൈനസിനെ കാണുന്നുണ്ടല്ലോ. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാങ്കിന്റെ കേസിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ബാങ്കിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇവിടെ ആര് വരും? പ്ലസ് വരും. ബാങ്കിലൊക്കെ കൂടുതൽ പൈസ ആയിരിക്കും, ഒരിക്കലും കുറഞ്ഞ പൈസ വാങ്ങൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് വില കിഴിവാണെങ്കിൽ അവിടെ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ്, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മളെ കമൻറ്റ് ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പ്, ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഒരു വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ക്രിസ്മസ് എക്സാമിന് മെഗാ ഓഫർ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 2000 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ഓഫർ പ്രൈസിൽ നമ്മളെ എന്തുള്ളൂ, ആപ്പിലുള്ള ക്ലാസ് ഉള്ളൂ. ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ മെൻറ്റർഷിപ്പ്, അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സൂം ലൈവുകൾ ഒക്കെ, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, AI ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ചെയ്താൽ മതി. യെസ്, താഴെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന് ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക, യെസ് ജോയിൻ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരും. നമ്മൾ എക്സാം അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം എന്തായാലും നിങ്ങൾ കാണാൻ പോവാണ്. ബാങ്കിലെ ക്വസ്റ്റ്യൻസും വരും, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് സെയിൽ ക്വസ്റ്റ്യൻ വരും. ബാങ്ക് ആണെങ്കിൽ എങ്ങനെയായാലും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഡിസ്കൗണ്ട് ആണെങ്കിൽ, അത് വിലക്കിഴിവാണെങ്കിൽ അത് മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മൾ വൃദ്ധസദനത്തിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സാ സഹായത്തിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ്, ക്രിയ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അവിടെ ലാസ്റ്റ് പ്ലസ്സോ മൈനസോ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെറ്റ് എന്ന് ഈ ഒരു വീഡിയോക്ക് എന്ത് ചെയ്യാം മക്കൾ, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.